വ്യാജ നിയമന ഉത്തരവുകൾ നൽകി ഉദ്യോഗാർത്ഥികളിൽ നിന്നും വൻതോതിൽ പണം തട്ടിയെടുത്തു. തട്ടിപ്പിന് നേതൃത്വം നൽകിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വൈശാഖ് ദർശൻ. തട്ടിപ്പ് സംഘത്തിന്റെ തലശ്ശേരിയിലെ പ്രധാന കണ്ണി BJP നേതാവ് രതീശനും. തട്ടിപ്പ് തിരിച്ചറിഞ്ഞ ഉദ്യോഗാർത്ഥികൾ ഇടനില നിന്ന രമേശന്റെ അടുക്കൽ പണം തിരികെ ആവശ്യപ്പെട്ടു. തുടർന്ന് രതീശൻ ആത്മഹത്യ ചെയ്തു. വിഷയത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളിൽ അന്തിച്ചർച്ചയില്ല, ഇരുട്ടുമുറി അവലോകനമില്ല, രോഷപ്രകടനമില്ല. BJP കോൺഗ്രസ് അവിഹിത ബന്ധത്തെക്കുറിച്ചുള്ള ഒരു അവലോകനവുമില്ല. ക്രിമിനൽ കേസുകളിൽ അകപ്പെടുന്ന കോൺഗ്രസ് നേതാക്കളെ സംരക്ഷിക്കുന്ന അതേ നിലപാട് തന്നെയാണ് ഈ വിഷയത്തിലും കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ സ്വീകരിച്ചത്. MDMA കേസിലെ പ്രതികൾക്ക് മുഖ്യമന്ത്രിയുമായുള്ള അടുപ്പം മറച്ചുവെക്കാൻ ശ്രമിക്കുന്നതും കോൺഗ്രസിന് മാധ്യമങ്ങൾ നൽകുന്ന പ്രിവിലേജിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഈ വർഷം ഫെബ്രുവരിയിൽ പത്തനംതിട്ടയിലെ ഭർത്തൃവീട്ടിൽ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ കാരണക്കാരന്റെ പേരുണ്ടായിരുന്നു, സുഹൈൽ അൻസാരി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായിരുന്ന സുഹൈൽ അൻസാരിയുടെ പേരോ കേസോ നമുക്ക് ഓർമ്മയുണ്ടാകില്ല. കാരണം ആ വിഷയവും മാധ്യമങ്ങൾ ചർച്ചയാക്കിയില്ല. മലപ്പുറം തുവൂരിൽ 2023 ആഗസ്റ്റിൽ സുജിത എന്നൊരു യുവതിയെ കാണാതായി. ആ കേസിലെ പ്രതി യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി വിഷ്ണു ആയിരുന്നു. സ്വന്തം വീട്ടുമുറ്റത്ത് യുവതിയെ കുഴിച്ചിട്ടിട്ട് സുജിതയെ കാണാനില്ല എന്ന് പറഞ്ഞ് ആ നാട്ടിൽ നടന്ന തിരച്ചിലിൽ മുന്നിൽ നിന്നതും വിഷ്ണുവായിരുന്നു. അതും ചർച്ചയായ ഒരു വിഷയമല്ലായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവായ വൈശാഖ് ദർശൻ പ്രതിയായ ജോലി തട്ടിപ്പും അതുപോലെ ചർച്ചയാക്കാതെ ഇരിക്കുകയാണ് കേരളത്തിലെ പ്രധാന മാധ്യമങ്ങൾ. റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെന്ന ആരോപണവും അതിനെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയിൽ മനം നൊന്ത് BJP നേതാവ് രതീശൻ ആത്മഹത്യ ചെയ്തതും വെറും ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റമായി അന്വേഷിക്കുകയല്ല വേണ്ടത്. പണത്തിന്റെ ഇടപാടുകൾ, ഇടനിലക്കാർ, BJP കോൺഗ്രസ് രാഷ്ട്രീയ സഖ്യത്തിലെ അവിഹിത ഇടപാടുകൾ, ഉന്നത ബന്ധങ്ങൾ എല്ലാം നിഷ്പക്ഷമായി അന്വേഷിച്ച് സത്യം പുറത്തുവരേണ്ടതാണ്. തൊഴിൽ എന്ന സ്വപ്നത്തെ കച്ചവടം ചെയ്ത് പറ്റിക്കുന്ന ഇത്തരം മാഫിയകൾക്കെതിരെ ശക്തമായ നടപടിയും സ്വീകരിക്കേണ്ടതുണ്ട്. ഡിജിറ്റൽ ഡെസ്ക്, കൈരളി ന്യൂസ്.